എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കൊട്ട തട്ടിയ മാല. വലിയ ഒരു ഖാദിം മൗത്തായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരേ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മാലക്കുൽ മൗത്തോട് വിണ്ടോവറി. നവില കേട്ട് കയ്യില്ലാമരർ പീഡിത്തുള്ള ജംബീലൈ വേഗം പീഡിത്ത് മാറിത്തോവറി. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. തുറന്നിട്ടത് തന്നീലുള്ള ഉയറുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വിടുത്തോവറി. വിട്ടകൈ കണ്ട് അസ്റായീൽ അല്ലാന്റെ ബലിമഹദറത്തിൽ എത്തി പറഞ്ഞോവർ. അപ്പോൾ മാലക്കോട് അല്ലാരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ റൗസല്ലേ, പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്തോവരി. ഈ മാലയങ്ങ് പാടി. അപ്പൊ പുതിയ മൊഹിദ്ദീൻ മാലയാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അവര് ചോദിച്ചു അത് ആരെഴുതിയതാ, തമിഴന്റെ മാലല്ല, അല്ല മലയാളിയുടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. നാലകത്ത് കുഞ്ഞുമൈദീൻ കുട്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. പേരും ഊരൊക്കെ വിശദമായി പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറയണേ ഞങ്ങൾ അംഗീകരിക്കൂല, അങ്ങനെ ഒന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല. ശരി, അടുത്ത പ്രസംഗത്തിൽ പറയും നിങ്ങൾ ഈ മാലയുടെ ശരിയായ സനതൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ശരിയായ സനതൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മാത്രല്ല അല്ലെങ്കിൽ ഇപ്പൊ തർക്കം ഇവിടെ എന്താ, മുഹീദ്ദീൻ മാല രണ്ടുണ്ടോന്നാ, പുതിയ മുഹീദ്ദീൻ മാല പഴയ മുഹീദ്ദീൻ മാല, അങ്ങനെ രണ്ട് മാല ഉണ്ടോന്നാണോ യഥാർത്ഥത്തിൽ തർക്കം? അതല്ലല്ലോ. ഈ മാലയിൽ പറഞ്ഞ ഈ കറാമത്ത് എന്ന പേരിൽ പറഞ്ഞിട്ടുള്ള ഈ സംഗതി നിങ്ങൾ എതിർക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്. അതാണ് ഇവിടുത്തെ മർമ്മം. അത് വേറെ മാല ഉണ്ടോന്നല്ല, വേറെ മാല ഉണ്ട് എന്നും അത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നതും ഒക്കെ നമ്മൾ തെളിവ് വേറെ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ, സനതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഈ പറഞ്ഞ ആശയം ശരിയാണോ? എന്ത്, ഒരാളുടെ റൂഹ് പിടിക്കപ്പെട്ടു, മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദിന്റെ ഭാര്യ പോയിട്ട് സൗജത്ത് പോയിട്ട് സങ്കടം പറഞ്ഞു, എനിക്ക് പുജാപ്പളിനെ കിട്ടണം. മുഹീദ്ദീൻ ശൈഖ് അസ്റായീലിന്റെ അടുത്ത് ഉടനെ അങ്ങോട്ട് പറഞ്ഞ് വാങ്ങി തരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എങ്ങനെ തരിക, അള്ളാഹുടെ കൽപ്പന പ്രകാരം പിടിച്ചു പോകുന്ന റൂഹല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ തട്ടാണ് റൂഹിന്റെ കൊട്ടക്ക്. അന്ന് പിടിച്ചുള്ള റൂഹുകളൊക്കെയും ഉണ്ട് അന്ത കൊട്ടയിൽ ക്ഷണവിൽ തുറന്നോവർ. തുറന്നിട്ട് അത് തന്നിലുള്ള ഉയറുകളെ തുള്ളിപ്പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. ഇട്ടതൈ കണ്ട് അസ്റായീൽ അള്ളാഹുടെ ബലിമഹദറത്തിലെത്തി പറഞ്ഞു, അല്ലാഹുവേ ഇങ്ങനെ സർവീസിലിടക്ക് നടക്കാത്തൊരു സംഭവം നടന്നിരിക്കുന്നു. പറഞ്ഞു, ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ ഹൗസല്ലേ, എന്റെ ഹൗസല്ലേ എന്ന് ചോദിച്ചാൽ ഒന്ന് കൊടുത്തിക്കണേ ബാക്കിയുള്ളതെങ്കിലും കൂടി കിട്ടൂലായിരുന്നോ? എന്നാ നിങ്ങൾ പറഞ്ഞോളൂ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന വേറെ കിതാബിലല്ലേ? ആ മാരന്റെ തന്നെ അടുത്ത വരി കേട്ടോ, കൊടുക്കും വിശേളത്തെ തഫ്രീഹുൽ ഖാതിറിൽ കുരീരി ഫായിയെ എന്റെ നൽശൈഖാണോ. ഈ വിശേഷം തഫ്രീഹുൽ ഖാതിർ എന്ന കിതാബിലും പറഞ്ഞിട്ടുണ്ട്. നീ പറയും തഫ്രീഹുൽ ഖാതിർ ആരുണ്ടാക്കിയതാ? തഫ്രീഹുൽ ഖാതിർ അംഗീകരിക്കോ? എന്തെല്ലാം കഥകളാണ് എന്ന് പറയാ. ഇസ്മായിൽ മുസ്ലിയാരെ എതിർത്തിട്ടുണ്ട്. ഇസ്മായിൽ മുസ്ലിയാർ അവസാനം എന്താ നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞത്? ഇതിൽ ആശയത്തിന് തകരാറില്ല, കാരണം എന്താ, എന്നിട്ട് അദ്ദേഹം സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. തകരാറൊന്നുമില്ല എന്ന് സമർത്ഥിക്കുകയാണ് ആശയം. വിശദമായി ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദമായി തന്നെ വിശദീകരിക്കും.